ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പഞ്ചാബിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു 5-6 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇസാർ എന്നുള്ള സിറ്റിയിലാണ് റൂം എടുത്ത് സ്റ്റേ ചെയ്തത്. അപ്പോൾ എന്താ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ ഭയങ്കര ചൂടാണ്. രാത്രിയാണെങ്കിൽ അവിടെ കറണ്ട് പോയി, അങ്ങനെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ദിവസം റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ അവിടുന്ന് എങ്ങനെ ജീവനം കൊണ്ട് ഓടിയതാണ്. അമ്മാതിരി ചൂടാണ് ഹരിയാനയിൽ. പിന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇസാർ സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പെട്ട പാട്. അയ്യോ ഒരു 10-11 മണിയായി. ആ സമയത്ത് ട്രാഫിക് ബ്ലോക്കും ആകെ സീനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സിറ്റിയുടെ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇസാർ വഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ മിക്കവാറും ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. പിന്നെ നല്ല ചൂട് കാലത്താണെങ്കിൽ പറയും വേണ്ട, ബൈക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. പിന്നെ അവിടുന്ന് സിറ്റിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കടന്ന് ഒരു 11:45 ആയപ്പോൾ പിന്നെ ഞാൻ അമൃത്സർ റൂട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നടന്ന സംഭവം അറിയുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അങ്ങനെ ഒരു 11:45 ആയപ്പോൾ ഞാൻ പിന്നെ സൈഡായി, എനിക്ക് വയ്യ. അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സൈഡിൽ നല്ലൊരു മരത്തണലൊക്കെ കണ്ടപ്പോൾ അവിടെ അങ്ങോട്ട് സൈഡായി. 11:45 എത്തിയ അവിടെ ഞാൻ വൈകുന്നേരം 4:15 അവിടുന്ന് തിരിക്കുന്നത്. അതുവരെ ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടക്കുക, വെള്ളം കുടിക്കുക. ഒരു കരിമ്പ് ജ്യൂസുകാരൻ അതിൽ കൂടെ പോകണ്ടായിരുന്നു, അയാൾ വിളിച്ചിട്ട് 2 കരിമ്പ് ജ്യൂസ് കുടിച്ച് കുറച്ച് മിച്ചറൊക്കെ തിന്ന് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു റെസ്റ്റ് പോലെ ഞാൻ അവിടെ തന്നെ കഴിഞ്ഞു കുറച്ച് വൈകുന്നേരം വരെ. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ചുള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചു സ്റ്റേ ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ പുറത്തിറങ്ങി. അതായത് ഇന്നലെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഇന്നലെ വലിയ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് കണ്ടൻറ്റ് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം കൂടുതൽ റെസ്റ്റ് തന്നെയായിരുന്നു. അതാണ് ഇന്നലെ നടന്നത്. ഇന്ന് രാവിലെ ഞാൻ ആ പെട്രോൾ പമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 5-8 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് 4 കിലോമീറ്റർ ഒക്കെ ആവുന്നിട്ടുണ്ടാവുള്ളൂ. ഇനി പഞ്ചാബിലേക്ക് അധികം കിലോമീറ്റർ ഇല്ല. ഇനി അടുത്ത നമ്മൾ പഞ്ചാബിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഞ്ചാബിലെ കാഴ്ചകളൊക്കെയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പഞ്ചാബ്. ഹരിയാന പഞ്ചാബ്, അതായത് ഈ ഒരു റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. കണ്ടില്ലേ, റോഡ് സൈഡിലൊക്കെ മരങ്ങളൊക്കെ വരിയായിട്ട് കുറേ ദൂരത്തോളം ഇതങ്ങനെ തന്നെയാണ്. ഇന്നലെ കുറച്ച് ദൂരം വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നല്ലൊരു അടിപൊളി റൂട്ടാണ്. സമയം ഇപ്പോൾ രാവിലെ 8 മണി ആ ഒരു ടൈമാണ്. ഞാൻ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്നലെ പെട്രോൾ 400 അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ യാത്ര മുഴുവനാക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ റെസ്റ്റൊക്കെ ആയതുകൊണ്ട് പെട്രോൾ കുറച്ചുണ്ട് ഇതിലെന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കൊരു 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. അമൃത്സർ പോകണമെങ്കിൽ 200-700 700 സംതിങ് ആ ഒരു ദൂരമാണ് ഉള്ളത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ അമൃത്സർ എത്തുമോ എന്നുള്ളൊരിതൊന്നും ഐഡിയ ഇല്ല. കാരണം ഞാൻ പിന്നെ കൂടുതൽ എൻ്റെ യാത്ര അറിയാമല്ലോ, നമ്മൾ അവരിവിടെയൊക്കെ നിർത്തും, ഒന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ അല്ലാതെ ഒറ്റ പോക്ക് സ്ട്രൈറ്റായിട്ട് ഒറ്റ പോക്ക് പോവുക അങ്ങനെയുള്ളൊരു പ്ലാനില്ല. എന്തായാലും നോക്കി നോക്കാം. കണ്ടില്ലേ, റോഡിൻ്റെ സൈഡിലാണെങ്കിൽ പാടത്ത്, കണ്ടില്ലേ റോഡിൻ്റെ സൈഡാണെങ്കിൽ പാടാണ്, കൃഷിയൊക്കെ ആയിട്ട്. നെല്ലെന്നെ തോന്നുന്നത്, അതോ ഗോതമ്പാണ്. ഓക്കെ ഇവിടെ പിന്നെ ചൂടായതുകൊണ്ടേ ചൂട് സഹിക്കാൻ വയ്യ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, തീരെ വയ്യാഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക, കുറേ വെള്ളം കുടിക്കുക. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനിന്ന് എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഇട്ടില്ല. കാരണം അത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഭയങ്കര ചൂട്, ബ്ലാക്കും അല്ലേ. അപ്പോൾ ഞാനിന്ന് ഇട്ടിരിക്കുന്ന ജാക്കറ്റ് സൺസ്ക്രീൻ ജാക്കറ്റാണ്. അത് നൈസായിട്ട് അങ്ങനെ വലിയ ചൂടറിയില്ല. പിന്നെ അതായത് ഷൂ ആണെങ്കിലും മാറ്റി, ക്രോക്സിൻ്റെ ചെരുപ്പിട്ട്, ഷൂ ആണെങ്കിൽ സോക്സൊക്കെ ഇട്ട് ആകെ മുറുകിക്കുമ്പോഴേ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെയാണ്. ഹരിയാനയിൽ ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് കടന്ന് കുറച്ചും കൂടി ചെല്ലുമ്പോൾ എന്തായിരിക്കും നമുക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അങ്ങനെ ചൂടിങ്ങനെ ആയി വരുന്നില്ലുള്ളൂ. ഇതൊക്കെ പിന്നെ പാടപ്രദേശമാണ്, ഇവിടെ ഒന്നും വലിയ സീനില്ല തോന്നുന്നു. ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലത്ത് ആകെ പ്രശ്നമായിരുന്നു. നൈറ്റ് ടെൻ്റ് അടിച്ചു കിട്ടി, അതൊക്കെ ഓക്കെ. പക്ഷെ നിലത്താണല്ലോ ടെൻറ്റുള്ളത്. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നിലത്തുനിന്നുള്ള ചൂട്, അത് കാരണം ടെൻറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂട്.
അതിൻ്റെ ഡോറ് നെറ്റ് ടൈപ്പ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. എന്നിട്ട് പോലും ഭയങ്കര ചൂട്. അവിടെ കണ്ടില്ലേ, സിക്കുകാരാണ് ഈ ഒരു ഭാഗത്തും. അവിടെ പഞ്ചാബികളിൽ ആ ലുക്കില്ലേ, കട്ടത്താടിയും കൊമ്പം മീശയും തലക്കെട്ടും ജുബയും അങ്ങനെയൊക്കെ ആൾക്കാരെ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും കൂടുതൽ കാണുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഹരിയാന പഞ്ചാബ് ബോർഡർ. പഞ്ചാബ് അങ്ങനെ ഇതാ പഞ്ചാബിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പഞ്ചാബിലേക്ക് കടന്നിരിക്കുന്നു. മെയിൻ കവാടം ഇതാണ്. തൊട്ടൊരു 50-100 മീറ്റർ എടുത്തതാണ്. വെൽക്കം ടു പഞ്ചാബ്. ഒരു 50-100 വ്യത്യാസത്തിൽ വലിയൊരു കവാടമുണ്ട്. യെസ്, ഇപ്പോഴാണ് കറക്റ്റായത്. ഇവിടെ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പൊക്കെ ഈ റൂട്ടിലെ ഒട്ടുമിക്ക സ്ഥലത്തും കിട്ടുന്ന ഒരു റൂട്ടിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എവിടെ അങ്ങനെ പെട്രോൾ കിട്ടാത്ത അവസ്ഥയൊന്നും ഇതുവരെ ഇല്ല. ഗ്രാമവഴികളിലൂടെ പഞ്ചാബികളെയും കണ്ട് ഇവിടുത്തെ സംസ്കാരവും കണ്ട് ഇവിടുത്തെ ആളുകളെയും കണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളെയും കണ്ട് അങ്ങനെ എൻ്റെ വണ്ടി കേരളത്തിൽ നിന്ന് ഇവിടം വരെ എത്തി. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹരിയാന വഴി പഞ്ചാബ് വരേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ എത്തിയ ഞാൻ ജയ്പൂർ പോയപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കാണിക്കണം. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്തോ ഓഡിറ്റോറിയമാണ്, എന്തൊരു കൊട്ടാരത്തിൻ്റെ ഇതല്ല ഒരു പോലെ ഓഡിറ്റോറിയമാണ്. അപ്പോൾ ജയ്പൂർ പോയ ഞാൻ പിന്നെ മാപ്പ് ഇട്ടപ്പോൾ ഹരിയാന ടച്ച് ചെയ്തിട്ടാണ് പഞ്ചാബിലേക്കുള്ള റൂട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഹരിയാന ടച്ച് ചെയ്ത് അങ്ങനെ പഞ്ചാബിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ റൂട്ട് പോകണമെങ്കിൽ രാജസ്ഥാനിൽ നേരെ പഞ്ചാബിലേക്ക് പോകാൻ പറ്റും. ജയ്പൂർ പോയതുകൊണ്ട് കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് എന്താ പറയുക റൈറ്റിലേക്ക് ഓടി, അതാണ് ഉണ്ടായത്. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ റോഡ് കുറച്ച് സീനാണ്. ആകെ പൊടിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു റോഡ്. ഇത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇവിടെ വലിയൊരു റോഡ്. ഗുജലാട 10 കിലോമീറ്റർ, ഡിൻസ്കി 26 കിലോമീറ്റർ, സുനം 53 കിലോമീറ്റർ ഒക്കെ ഈ റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ട് കുറേ നേരമായിട്ട് ഒരു വൺ ലൈൻ റോഡാണ്. പിന്നെ റോഡ് സൈഡിൽ അപ്പുറത്തൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് വലിയ ഒരു ക്ഷീണമില്ല. അല്ലാതെ റോഡിൻ്റെ ചൂടടിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ റോഡ് സൈഡിലാണെങ്കിൽ കൃഷി ചോളമൊക്കെ ഉണ്ട് കേട്ടോ. രാജസ്ഥാനാണെങ്കിൽ ചോളം ഇങ്ങനെ രാജസ്ഥാനിലാണെങ്കിലും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു പാൽ ഇല്ല. ഇത് എന്തോ ഓഡിറ്റോറിയം സെറ്റപ്പാണ്, കൊട്ടാരം പോലെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ വേറെ കൃഷിയൊക്കെ ആയിട്ട് ആ ഭാഗത്തായിട്ട് പാഷൻ ഫ്രൂട്ട് കാണാനുണ്ട്. ഓക്കെ വെയിലിങ്ങനെ ആയി വരുന്നു.
എത്ര പശുക്കളാ നോക്കി നോക്കി, ഒരു ലോഡ് പശുക്കള് ഉണ്ടോ. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറേ ഉണ്ട്. എത്ര ഉണ്ടാവും ഇപ്പോൾ? ഇത് കുറേ ഉണ്ടല്ലോ. അവിടുന്ന് ഇനി വരാനുണ്ട്, അവിടുന്ന് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ മേച്ചുണ്ടാക്കണ്ടല്ലേ? എത്ര ആൾ വേണം? എത്ര ആളുണ്ട്? 3 ആളോ 4 ആളായിട്ടുണ്ട്. ബാക്കിൽ നിന്നൊക്കെ ഒരു ലോഡ് വരാനുണ്ട്. ഞാൻ സൈഡാക്കി കേട്ടോ. പഞ്ചാബിൽ വന്നപ്പോൾ ഒരു പഞ്ചാബി പട്ടീനെ കണ്ടു. അപ്പോൾ അതിന് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. നല്ല വിശക്കുണ്ട് തോന്നുന്നു പാവം. കഴിഞ്ഞ് ഞാൻ പോലും ഒന്നും തിന്നില്ല, ഒക്കെ നീയാ തിന്നേ. പാവല്ലേ, കേരളത്തിൽ നിന്ന് വന്നിട്ട് നമ്മളൊന്നും കൊടുക്കാതിരിക്കണ്ടല്ലോ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പം ഇന്ന് ഈ ഡേറ്റിന് നിനക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നത് ആരാന്ന് ചോദിച്ചാൽ പറയണം കേരളത്തിൽ നിന്ന് വന്ന ഒരു റൈഡറാണ്. ഓക്കെ, കവറിലൊന്നുമില്ല, കവർ നക്കി തുടങ്ങിയുണ്ട്. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാനതിലുള്ള ആലോചിക്കണത്, ഇവിടെ പഞ്ചാബിക്കാർ ആ വലിയ തലയെക്കെട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തായാലും ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. ഒട്ടുമിക്ക പഞ്ചാബിക്കാരും തലയെക്കെട്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് ഇടാത്തതിന് വലിയ സീനൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. അവർക്കത് ആ തലക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ ഹെൽമെറ്റ് ഇടാത്തത് വലിയ ഫൈൻ ഇടുക അങ്ങനെ വലിയ സീന് ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ഹെൽമെറ്റൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ അതൊരു വലിയ സീൻ ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും. ഞാനതാ ചിന്തിച്ചത് ഈ തലക്കെട്ട് കണ്ടപ്പോൾ. ഇന്ന് ഞാൻ റൈഡിങ് ജാക്കറ്റ് ഇടാത്തത് കൊണ്ടും, അത് പിന്നെ സേഫ്റ്റി ജാക്കറ്റാണ്, അത് പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പിന്നെ അതൊക്കെ കൂടി ഇടുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് ഈ ചൂടത്ത്. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ചൂടങ്ങനെ ഫീൽ ചെയ്യണില്ല. ഇത് പിന്നെ സൺസ്ക്രീൻ ജാക്കറ്റാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങി കിട്ടും. നമ്മൾ ട്രാവലൊക്കെ പോകുന്നവർ അത് ഒന്ന് കരുതി വെക്കണം, നല്ലതാണ്. സാധാരണ നമ്മൾ ടീഷർട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യണവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഒരു സൺസ്ക്രീൻ ജാക്കറ്റ് വാങ്ങി വെക്കണം, നല്ലതായിരിക്കും. ഇതിടുമ്പോൾ വലിയ ഹീറ്റൊന്നുമായിട്ട് അറിയില്ല, ഭയങ്കര ഒരു കൂളായിട്ട് അറിയുള്ളൂ. ഞാൻ വാങ്ങുമ്പോൾ ഇത് 999 രൂപ വില ഉണ്ട്, 1000 രൂപ. ഓൺലൈനിൽ വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. അങ്ങനെ അപ്പോൾ ഈ ട്രാവൽ ചെയ്യണവർ ഇങ്ങനത്തെ ഒന്ന്, ഈ വേനൽക്കാലത്താണെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കണത് വളരെ അടിപൊളിയാണ്. ഇപ്പോൾ ബൊറവാൾ എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ കൂടുതൽ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ കൂടുതലും ഡേ വെച്ചിട്ടാണ് ഞാൻ പറയുക, ഡേ 15, ഡേ 16 എന്നുള്ളത്. പക്ഷേ 1-2 ഡേ അതിനിടയ്ക്ക് മിസ്സായതുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ വ്ളോഗും എപ്പിസോഡായിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ എപ്പിസോഡ് വീണ്ടും ഇതാ മരങ്ങളൊക്കെ നിറഞ്ഞ റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പുറം മരങ്ങളും അതിൻ്റെ അപ്പുറത്ത് പാടം കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു റോട്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. നമുക്ക് ഏതെങ്കിലും വില്ലേജിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരേ വ്യൂ എൻ്റെ സംസാരം അല്ലെങ്കിൽ റോഡ് വ്യൂ തന്നെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. ചിലത് പറയുന്നത് റോഡ് വ്യൂ വളരെ കുറവാണെന്ന്. ഞാൻ റോഡ് വ്യൂ ഒക്കെ ഇഷ്ടംപോലെ ഇടുന്നുണ്ട്, പക്ഷേ റോഡ് വ്യൂ വല്ലാതെ ഇടുമ്പോഴും ചിലപ്പോൾ ചിലർക്ക് ബോറടിക്കും. എന്താ ഇപ്പോൾ ഇത് ഈ റോഡ് മാത്രം വണ്ടികളും. അപ്പോൾ ഇടയ്ക്ക് ഓരോ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുക, ഒരു വില്ലേജിൽ തന്നെ വെറൈറ്റി കാഴ്ചകളോ റോഡ് സൈഡിലുള്ള വല്ല വെറൈറ്റി കാഴ്ചകളോ കണ്ടാൽ ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാനൊന്ന് സൈഡാക്കിയത് കേട്ടോ. ഈ കാണുന്നതൊക്കെ ചോളാണ്, ചോളത്തിൻ്റെ പാടാണ്. നോക്ക്, ചിലയിലൊക്കെ ചോള ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ട ചോളൊക്കെ ഉണ്ടായിട്ട് കണ്ട അവിടെയൊക്കെ ഉണ്ട്.
ഇതങ്ങനെ ഒരുപാടുണ്ട്. കണ്ടാ ചോളം ഉണ്ടായിട്ടിരിക്കണ്ട, ചോളം ഇതൊരുപാടുണ്ട്, അങ്ങോട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഇഷ്ടികയാണ് കൂടുതൽ, കണ്ടില്ലേ? ഇഷ്ടികയായിട്ടാണ് കൂടുതൽ ബിൽഡിംഗ് വർക്കും മതിൽ വർക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. നോക്ക്, ഇഷ്ടിക ഇതങ്ങോളുണ്ട്, ഒരുപാട് ലോങ് ആയിട്ടുണ്ട് ചോളം. പെട്രോൾ അടിക്കാം 300 രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നത്. ഇവിടെ പെട്രോളിന് 104 രൂപ 79 പൈസ പഞ്ചാബിലെ റേറ്റാണത്. ഞാനിപ്പോൾ 300 രൂപയ്ക്കാണ് അടിച്ചത്. ഇന്നലെ പിന്നെ 400-ന് ഞാൻ അടിച്ചെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ പിന്നെ അധികം ഓടിയിട്ടില്ല, അത്യാവശ്യം എണ്ണ ടാങ്കിലുണ്ട്. ഞാൻ പിന്നെ സാധാരണ പതിവ് ഒരു 300-400 അടിക്കാറുണ്ടല്ലോ, അങ്ങനെ ഇതിലടിച്ചു എന്നുള്ളൂ. നമുക്കിനി വില്ലേജിലേക്കൊക്കെ ഒന്ന് പോയാലോ? ഒരു റോഡ് മാത്രം കാണിക്കുമ്പോൾ ഇതാ ഇങ്ങോട്ടേക്കൊന്ന് പോയാൽ നോക്കാം. റോഡ് സൈഡിലൊക്കെ ചോളം, അവിടെ 2 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് വീടുകളിലേക്കുള്ള കൃഷിയാണ്. നമുക്ക് തോട്ടിൽ കൂടെ വെള്ളം. ഇത് ഗോതമ്പ് തന്നെ ആവുമല്ലേ? റൈസ് ഇവിടെ അധികം അറിയില്ല. നമുക്ക് നല്ല വൈബില്ലേ? ഇത് റൈസ് തന്നെയാണാവോ? വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്, കൃഷിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഓരോ വീട്ടുകാർക്കും അവരുടേതായിട്ടുള്ള ഓരോ വീട്ടുകാർക്കും ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചോളം ചെറിയ തൈകളാണ്. അടിപൊളിയല്ലേ? അടിപൊളി. അവിടുത്തെ മുളക് അത് കുറച്ചേ ഉള്ളൂ. പാടത്തൂടെയാണ് യാത്ര. അവിടെ ഈ റോഡ് അവസാനിക്കുന്നത് അവിടെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ എന്നോടിങ്ങനെ ചോദിക്കുക, അവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം. അവരൊക്കെ നോക്കുന്നുണ്ട്. कुछ नहीं, घूमने के लिए आया। अच्छा भाई, पानी पूरी पी लो। पिया, अभी पिया, इधर पिया। भैया फिर आजा। पानी है उधर, जूस पिया। अच्छा कितने करने तेरे? कहाँ से आए हो? केरला। केरला से? कहाँ जाके हो इधर? कश्मीर, लद्दाख। लद्दाख कल ही है? हाँ अकेले ही हो? हाँ अकेला। ठीक है। और प्रसाद खाइए? हाँ खाना है? हाँ सुबह का आया। हुन खाना है? खाना है हुन? हाँ खाया। चाय पीनी है? नहीं नहीं। अच्छा कितने किलोमीटर चल गया फिर? टोटल 3500। 3000? हाँ कैमरा रिटर्न 3500, टोटल 8000 आएगा। हाँ टोटल वापस पूरा। घूमने वास्ते कोई काम आया थी? हूँ सैर करने वास्ते आया थी? हाँ यात्रा के वास्ते आया था? घूमने के लिए? हाँ हाँ ओके, घूमने के लिए। की काम करते हैं भाई? तू की काम करते होते? बिजनेस कौन सा है आपका? काम क्या करते हो? मैं चाय जूस बनाता है। अच्छा चाय जूस। ये वही केरला जैसे बड़े बतने
वो ठीक है सारे हैं ठीक है सारे ठीक ठाक हो आप? बढ़िया हो रहा है यात्रा? हाँ जास्ती मजा है बाइक ठीक चल रहा है? बाइक अच्छी चल रही है? हाँ पैर नमी भाई ने ओके ठीक है जाएगा ठीक है ठीक है. അങ്ങനെ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് യാത്രയായി. അവർ ജോലിക്കിടയിൽ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനുമായി കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ഇവിടുത്തെ നാട്ടിലെ കുറച്ച് ആളുകളോട് സംസാരിച്ചു. അവർ വെള്ളം വേണോ ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിക്കണത്. എന്തെങ്കിലും കഴിച്ചോ, യാത്രയൊക്കെ സുഖമാണോ? ആ എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. നമ്മൾ ഇപ്പോൾ വിദേശത്തുനിന്ന് ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നാലും നമുക്ക് അവരോട് ഭയങ്കര ഒരു ഇതുണ്ടാവും അല്ലേ. ഇംഗ്ലീഷുകാരാണെങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളം വേണോ, ചായ വേണോ, ജ്യൂസ് വേണോ, എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ നമ്മളും ചെയ്യും. പഠിച്ചോനെ ഏതാ റോഡ്? ആ ഇതന്നെ. ആ ഓക്കെ നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം. ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം, രസമാണ്. അങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് നോക്ക് കലക്ക വെള്ളമാണ് ഒഴുകണത്. അതെന്താ ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്, കലക്ക വെള്ളമാണ് ഒഴുകണത്. പിന്നെ വേറെ സ്ഥലത്ത് മഴയൊക്കെ പെയ്ത് അവിടെ നിന്ന് കുത്തിയൊലിച്ച് വരികയാവും. എന്തായാലും അടിപൊളി. കുറേ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല തോന്നുന്നു. ഈ ഒരു എപ്പിസോഡ് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. രണ്ടാമത്തെ പാർട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്